ഡോക്ടർ ജി ഗോപകുമാർ, രാഷ്ട്രീയത്തിൽ കാൽ തന്നെ വീഴാതിരിക്കുക എന്നത് വളരെ പ്രധാനമാണല്ലോ. ഇനി ബി ജെ പി സംബന്ധിച്ച് അത് പ്രത്യേകിച്ചും. കാരണം ഇങ്ങനൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വിവിധ നിയമസഭാ മണ്ഡലം കഴിഞ്ഞു. സാധാരണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ ഒരു ഒറ്റപ്പെട്ട ഒ രാജഗോപാലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വോട്ട് പിടിച്ചിട്ടാവും, അല്ലെങ്കിൽ PC തോമസ് ഒന്ന് വിജയിച്ചിട്ടാവും ഇന്ത്യക്ക് വേണ്ടി. അതൊന്നും നിലനിർത്താനേ കഴിയാതെ പോകുന്നു. ഇപ്പോൾ 20% വോട്ടെത്തുമ്പോൾ അത് നിലനിർത്തുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ വെല്ലുവിളി അവിടെ കാലിടറി പോകുമോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വീണ്ടും എന്നതാണ് ചോദ്യം. ഈ ജോർജ് കുര്യനെ മന്ത്രിയാക്കുന്നതിലൂടെ അങ്ങനെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ലക്ഷ്യമിടുന്നുണ്ടോ BJP? അത് ഫലപ്രാപ്തിയിലെത്താൻ സാധ്യതയുള്ള ഒരു സാധ്യതയാണോ? അത് ഈ സാധ്യത നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ജോർജ് കുര്യനെ സംബന്ധിച്ചിടത്തോളം നീണ്ടകാലത്തെ RSS BJP പ്രവർത്തനത്തിൽ പങ്കാളിയാണ്. ആ നിലയ്ക്ക് അദ്ദേഹത്തിനൊരു സ്ഥാനം കിട്ടിയില്ലെങ്കിലും അതുപോലെ പ്രവർത്തിക്കാൻ ആത്മാർത്ഥത കാണിച്ചുള്ള ഒരാളാണ്. പഴയ കാലം തൊട്ടേ നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. നേതൃത്വത്തിൽ വന്നത് സമീപകാലത്ത് ന്യൂനപക്ഷ കമ്മീഷനിലൊക്കെ വന്നു. പക്ഷേ ഇതല്ലാതെ നിങ്ങൾ കാണുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് ജോർജ് കുര്യനിൽ കൂടി മാത്രമല്ല. നേരത്തെ PC തോമസിൻ്റെ കാര്യം പറഞ്ഞു, അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇതല്ലാതെ തന്നെ കുറേ വർഷങ്ങളായിട്ട് BJP ചർച്ചുമായിട്ട് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലെ ചർച്ചുമായിട്ട് ബന്ധപ്പെടാൻ ഒത്തിരി കാലമായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമത്തിന് ഇപ്പോൾ മാറ്റം വരുന്നു, അതിനൊരു ഗുണപരമായൊരു മാറ്റം വരുന്നു എന്നാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ ബ്രേക്ക് ത്രൂ വന്നത് സുരേഷ് ഗോപിയുടെ വിജയത്തിലൂടെയാണ്. അതിപ്പോൾ സുരേഷ് ഗോപിയാണ് ശരിക്കും അതിൻ്റെ ഒരു പാലം നിർമ്മിച്ചത് സുരേഷ് ഗോപിയുടെ സമയത്ത് തന്നെയാണ്. കാരണം അദ്ദേഹം കഴിഞ്ഞ 5 തവണയായിട്ട് മത്സരിക്കുന്നു. 2 തവണ മത്സരിച്ചു, 19 മത്സരിച്ചു, പിന്നെ അസംബ്ലി തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും മത്സരിച്ചു, അത് കഴിഞ്ഞ് 3ാമതും മത്സരിച്ചു. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് വേളകളിലെല്ലാം അദ്ദേഹത്തിൻ്റേതായ നിലപാടുകൾ, ആ നിലപാടുകൾക്ക് ചർച്ചുമായിട്ട് ഒരു രീതിയിലും സംഘടന വരാത്ത രീതിയിലുള്ളൊരു രസതന്ത്രം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അത് വാസ്തവത്തിൽ പള്ളി വിഭാഗത്തിന്, ഇപ്പോൾ ചർച്ചിൻ്റെ ലീഡേഴ്സിന്, ഏത് വിഭാഗക്കാർക്കാണെങ്കിലും ഇങ്ങനെ ഒരാൾ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടും കേന്ദ്രത്തിലെ ഗവൺമെൻറ്റിൽ ഒരു ആക്സസ് കിട്ടാൻ വളരെ ഗുണം ചെയ്യും. അതിനപ്പുറം പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവരുടെ കാര്യത്തിൽ ഈ റെപ്രസെൻറ്റേഷൻ്റെ ആവശ്യമുണ്ട്. അതിനുള്ള പ്രവർത്തനം ചെയ്യാൻ BJPയിൽ നിന്ന് കഴിയുമെങ്കിൽ ഇത്തരം നേതാക്കന്മാർക്ക് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും. തീർച്ചയായും ഡോക്ടർ ഗോപകുമാർ, താങ്കളുടെ ഒരു അനുമാനത്തിൽ ഇനിയും മന്ത്രിസ്ഥാനത്തിന് സാധ്യതയുണ്ട്? കാരണം നമ്മൾ ഈ കേരള തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കണ്ട ഒരു വളരെ ശ്രദ്ധേയമായ കാര്യം, ആറ്റിങ്ങൽ, ആലപ്പുഴ മണ്ഡലങ്ങളിൽ BJP ഉണ്ടാക്കിയിട്ടുള്ള ഒരു സർജ്. എന്ന് മാത്രമല്ല, ഇന്ന് CSDSന്റെ സർവേ വന്നത് ഒരുപക്ഷെ താങ്കൾ ശ്രദ്ധിച്ചു കാണും. കേരളത്തിൽ 32% ഈഴവ വോട്ട് BJPക്ക് കിട്ടി എന്നാണ് അവരുടെ കണ്ടെത്തൽ. കേരളത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ ഗ്രൂപ്പാണ്. അപ്പോൾ അതുകൂടി പരിഗണിച്ച് ആ നിലയ്ക്ക് കൂടി BJP, അതായത് CPMന്റെ വോട്ട് ബേസിലേക്ക് BJP കടന്നു കയറുന്നതിന്റെ പാറ്റേൺ വളരെ വ്യക്തമാണെന്നിരിക്കെ അത് കുറച്ചുകൂടി ഒന്ന് ഊർജിതമാക്കാനുള്ള ഒരു ശ്രമം കൂടി നമ്മൾ പ്രതീക്ഷിക്കണം. തീർച്ചയായിട്ടും CSDSന്റെ ഡേറ്റ ഞാനും കണ്ടതാണ്. കാരണം കേരളത്തിലെ CPMനും ഇടതുപക്ഷത്തിനും കിട്ടുന്ന വോട്ടുകളുടെ 2/3 ഭാഗവും ഈഴവ സമുദായത്തിൽ നിന്നാണ്. പക്ഷേ അതിലെ 1% 3/1 ഇപ്പോൾ BJPക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അത് വാസ്തവത്തിൽ ഇടതുപക്ഷത്തിന് വരുന്ന വലിയ തിരിച്ചടിയാണ്, കോൺഗ്രസിന് നഷ്ടമാണ്. അപ്പോൾ ഈ മുന്നേറ്റം, പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശനുമായി കുറേ വർഷങ്ങളായി ശ്രമിക്കുന്നതിൻ്റെ ഒരു ഫലം ഇപ്പോൾ കണ്ടു തുടങ്ങി, സമീപകാലത്തായി കണ്ടു തുടങ്ങി. അതിൻ്റെ ഫലമാണ് ആലപ്പുഴയിൽ നടത്തിയ മിന്നുന്ന നേട്ടം, അതുപോലെ ആറ്റിങ്ങലിൽ മുരളീധരന് കിട്ടിയ വലിയ നേട്ടം. അങ്ങനെ വോട്ടുകൾ ഒരുപാട് വർദ്ധിക്കുമ്പോൾ കേരളത്തിലെ 26% വരുന്ന ഈഴവ സമുദായത്തിൻ്റെ പിന്തുണ BJPക്ക് കാര്യമായിട്ട് വേണം. അത് ഈ CSDS സർവേ കണ്ടത് അതിൻ്റെ ഒരു എംപിരിക്കൽ എക്സാമ്പിളാണ്, ഒരു ഫാക്ച്വലായിട്ടുള്ളൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ BJPക്ക് 100 വോട്ട് BJPക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ 32 വോട്ട് ഈഴവ സമുദായത്തിൽ നിന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ഗണ്യമായൊരു മാറ്റമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം എന്നുള്ള നിലയിൽ ഇനി ഭാവിയിൽ BJPക്ക് അടുത്ത അസംബ്ലി ഇലക്ഷനിൽ കൂടുതൽ ശക്തി ആർജിക്കണം എന്നുള്ള സാഹചര്യത്തിൽ ഒരാൾക്ക് കൂടി കൊടുക്കാൻ സാധ്യതയുണ്ട്, ഒരു സഹമന്ത്രി സ്ഥാനമെങ്കിലും കൊടുക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. കാരണം BJPക്ക് പ്രതീക്ഷ നൽകുന്നൊരു സംസ്ഥാനമായി കേരളം മാറിയതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രത്യേകത. വോട്ടിംഗ് ശതമാനം 20%-നടുത്ത് എത്തിക്കഴിഞ്ഞു. അത് ചരിത്രത്തിൽ ഏറ്റവും കൂടുതലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമോ, അദ്ദേഹത്തിൻ്റെ മോദിയുടെ പോപ്പുലാരിറ്റിയും വർദ്ധിച്ചു. അതോടൊപ്പം കേരളത്തിലെ മോദിയുടെ പോപ്പുലാരിറ്റിയും വർദ്ധിച്ചിരിക്കുന്നു. BJPക്ക് കിട്ടിയ വോട്ടിനേക്കാൾ മോദിയുടെ വോട്ടുകൾ CSDSന്റെ സർവേയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ഒരു അനുകൂലമായ ട്രെൻഡുണ്ട്. പരമ്പരാഗതമായി പ്രവർത്തിക്കുന്ന 2 മുന്നണികൾക്കപ്പുറം മറ്റൊരു മുന്നണിയെ കേരളത്തിലെ ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി. അത് ഈഴവ സമുദായത്തിൽ നിന്ന് മാത്രമല്ല, എല്ലാ ഭാഗങ്ങളിൽ നിന്നുണ്ട്. പരമ്പരാഗതമായ നായർ സമുദായത്തിൽ നിന്ന് ഒരുപാട് കാലമായുണ്ട്. ഇപ്പോൾ
ഈഴവ സമുദായത്തിൽ നിന്ന് നല്ല വോട്ട് ശതമാനം വർദ്ധിച്ചതായ ഒഫീഷ്യൽ ഡേറ്റ, ഇല്ലെങ്കിൽ നമുക്ക് ഇലക്ഷന് വിശ്വസിക്കാവുന്ന പൊളിറ്റിക്കൽ ഡേറ്റ വരുന്നു. ഇതിനൊക്കെ പുറമെയാണ് ക്രൈസ്തവ വിഭാഗത്തിലേക്ക് BJP ശ്രമിക്കുന്നത്. കാരണം കേരളത്തിൽ 18% ക്രൈസ്തവർ ഉണ്ട് ഔദ്യോഗിക കണക്ക് പ്രകാരം തന്നെ. അതിലെ പ്രബലമായ വിഭാഗക്കാരെ കൊണ്ടുവരാൻ ശ്രമിക്കുക, ആ ശ്രമം നേരത്തെ തുടങ്ങിയതാണ്. ഇപ്പോൾ ജോർജ് കുര്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അല്ലെങ്കിൽ തന്നെ ഒരു ആത്മാർത്ഥതയുള്ള ഒരു കഠിനാധ്വാനം ചെയ്യുന്ന ഒരു RSS BJP പ്രവർത്തകനാണ്. പക്ഷേ അദ്ദേഹത്തിൽ കൂടിയും ചർച്ചുമായിട്ട് ബന്ധം കുറച്ചുകൂടി തീർച്ചയായും എന്തായാലും കേരളത്തിൽ ഒരു വലിയ മാറ്റത്തിന് ഒരുങ്ങുകയാണ് BJP എന്നതിന്റെ സൂചന ഈ തെരഞ്ഞെടുപ്പിൽ കാണാം. നമുക്ക് അതിന്റെ റിസൾട്ടിൽ കാണാം.